ഗൈസ്, ഞാൻ ജനനായകൻ കണ്ടു വന്നിരിക്കുകയാണ്. എനിക്ക് വിജയ് ഫാൻസിനോടല്ല സംസാരിക്കാനുള്ളത്, നോർമൽ ഓഡിയൻസിനോടാണ്. നിങ്ങളെ കയ്യിലൊരു 250 ഉറുപ്പ്യുണ്ട്, 3 മണിക്കൂർ മാറ്റി വെക്കാൻ സമയമുണ്ട്. നിങ്ങളൊരു വിജയ് ഫാൻ അല്ല, പകരം ഒരു നല്ല സിനിമ കാണാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് വേറെ നല്ല പടത്തിന് പോകാനാണ് ഞാൻ പറയും. ഒരു ഡൈ ഹാർഡ് വിജയ് ഫാനാണ് ഞാൻ ഇന്ന് രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് തിയേറ്ററിൽ ഒരു 4 മണിക്ക് എത്തി. അവിടുത്തെ പരിപാടികളെല്ലാം കണ്ട് പടം കാണാൻ. ഇത് പുള്ളിയുടെ അവസാനത്തെ പടമാണ്. എനിക്കറിയാം ഇതിൻ്റെ ഈ സിനിമ എടുത്ത തന്നെ എച്ച് വിനോദല്ല, വിജയ് തന്നെയാണ്. പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി എടുത്ത പടമാണ്. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചു. പോസിറ്റീവ് പറയാം, നെഗറ്റീവ് മാത്രം പറയുന്നില്ല. പോസിറ്റീവ്, ഈ പടത്തിൽ നല്ല കിടിലൻ ഡാൻസ് ഉണ്ട്, പുള്ളിയുടെ കിടിലൻ ഡാൻസ് ഉണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഉണ്ട്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേബി ഡോൾ, മമിത, അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്. എന്നിരുന്നാലും ഒരു തെലുങ്ക് പടം റീമേക്ക് ചെയ്തിട്ട് തെലുങ്ക് പടം തന്നെ വെച്ചേക്ക്. എടാ, വെട്രിമാരൻ്റെ ഒക്കെ പടമൊക്കെ വരുമെന്ന് വിചാരിച്ചിരുന്നവനാ ഞാനൊക്കെ. പുള്ളി ഒരു വെട്രിമാരൻ്റെ പടം ആഡ്ലി പോട്ടെ, വെട്രിമാരൻ്റെ കൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ റോ പടം കാണാൻ പുള്ളി നിർത്തി. പുള്ളി ഇപ്പോൾ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ റൂട്ടേ മാറി. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, ചെറുപ്പം തൊട്ടേ വിജയ് ഫാനായിരിക്കുന്ന ഞാൻ ഒരു നല്ല പടം ആഗ്രഹിക്കുന്ന എത്ര വലിയ തെറ്റാണോ? ദിസ് മൂവി പുള്ളി അവസാനിച്ചു. പടം ഇനി പുള്ളീനെ ഉണ്ടാവില്ല എന്നാണ് ഈ സിനിമയിൽ കൂടെ കാണുന്നവർക്ക് മനസ്സിലാവുക. സിനിമേൻ്റെ ക്ലൈമാക്സിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോയിലറായി പോകും. ഞാനൊന്നും പറയുന്നില്ല. ഞാനിത് വിജയ് ഫാൻസിനോടല്ല എനിക്ക് സംസാരിക്കാനുള്ള, നോർമൽ ഓഡിയൻസിനോടാണ്. നിങ്ങളുടെ സമയം കളയണ്ട. 3 മണിക്കൂറുണ്ട് പടം. നിങ്ങൾക്ക് കാണാം, കാണാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും 3 മണിക്കൂർ 250 ഉറുപ്പ്യ ടിക്കറ്റ്, OTT കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ. എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്ങനെ പറഞ്ഞു തീർക്കണം എന്നറിയില്ല. നല്ല 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 വിഷമമുണ്ട്. കുറേ ക്രിഞ്ച് സീനുകൾ പടത്തിൽ, അതൊക്കെയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തത്. തുടക്കത്തെ ഫൈറ്റ് സീനിലൊക്കെ ഉള്ള ക്രിഞ്ച് മക്കളെ നിങ്ങൾ കാണുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ.